തക്കുടു ഗുഡ് മോർണിംഗ്. അമ്മയ്ക്കിത് വന്നേ. തക്കുടു ഹായ് പറഞ്ഞേ. നമുക്ക് പോയി പല്ലൊക്കെ തേക്കാം, ഫ്രഷ് ആകാം. അപ്പം തിന്നണ്ടേ? അങ്ങനെ തക്കുടുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാ ദിവസവും അവനെ കൊണ്ട് രാവിലെ ഞാൻ മുറ്റത്തൂടെ നടക്കാനായിട്ട് ഇറങ്ങും കേട്ടോ. അതിനായിട്ട് ചെരുപ്പൊക്കെ എടുത്ത് തന്ന് അമ്മയെ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ ഈ കാണുന്നത്. ചെടികളും പൂക്കളൊക്കെ കാണാൻ മാത്രമല്ല അതിലെ പൂക്കളെല്ലാം ഓരോന്ന് പറിച്ച് താഴോട്ട് ഇടാനായിട്ട് അവൻ അതിലേറെ ഇൻട്രസ്റ്റ് ആട്ടോ. ഈ വെച്ച് വിടുന്ന വീടിൻ്റെ താഴെ റോഡാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബേക്കറി ഉണ്ട്. 2-3 തവണ അവിടെ കൊണ്ടുപോയതേ ഉള്ളൂ. ഇപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോകണമെന്നുള്ള വിചാരമുള്ളൂ. അങ്ങോട്ടാണ് തെറിച്ച് പോകുന്നത്. അവിടുന്ന് പൊക്കിക്കൊണ്ട് പോകുന്ന അവനെയും കൂട്ടി എൻ്റെ ചെടികൾക്ക് ഞാൻ വെള്ളം ഒഴിക്കാനായിട്ട് തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഓരോ ചെറിയ പൂക്കളൊക്കെ പറിച്ച് താഴേക്ക് ഇടുന്നുണ്ടായിരുന്നു. പിള്ളേരുടെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ എന്നെ പറ്റിച്ചിട്ട് വീണ്ടും റോഡിലേക്ക് ഓടി കേട്ടോ. പിന്നെ ഞാൻ അവനെ പിടിച്ചുകൊണ്ട് വന്ന് പെരയ്ക്കകത്ത് കയറ്റി. അതിൻ്റെ സങ്കടം അങ്ങ് മാറിക്കോട്ടെ നടത്തി ഞാൻ അകത്ത് വന്ന് അവൻ്റെ ഭാഷയിലുള്ള ബൂം ഇടാനായിട്ട് തുടങ്ങി. വാക്വം ക്ലീനറിന് അവൻ പറയുന്ന ബൂമെന്നാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സൗണ്ടും പിന്നെ ഇതിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ കാണാനായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സമയത്ത് അങ്ങനെ അവൻ ഓടിക്കളിച്ച് നടന്നോളും. അപ്പോൾ ആ സമയത്തിൻ്റെ ക്ലീനിങ്ങും അങ്ങ് കഴിയും. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യമാകാം. തക്കുടുവിന് ഒരു 6 മന്തൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഇതുപോലെ കുറേ പിക്ചേഴ്സും അതിൻ്റെ പേരുകളൊക്കെ ഇറങ്ങിയ കുറച്ച് ബുക്സ് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോൺ യൂസ് അധികം വരാണ്ടിരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഓരോ ബുക്ക്, സെയിം ബുക്ക് കൊടുക്കത്തില്ല. ഓരോ ദിവസവും ഓരോ ബുക്ക് ഞാൻ കൊടുക്കും. ആദ്യമേ അവൻ അതിലെ പടങ്ങളൊക്കെ കണ്ടിരിക്കും. പിന്നെ ഞാൻ അതിലെ ഏതെങ്കിലും ഒരു പിക്ചർ, അതിപ്പം ബേർഡ്സോ ആനിമൽസോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഒരു പിക്ചറിനെ പറ്റി ഞാൻ അവന് കുട്ടി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അവനത് കേട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നീട് നമ്മളത് ആ സാധനം ഏതാണെന്ന് ചോദിച്ചാൽ അവനത് ചൂണ്ടിക്കാണിച്ച് തരികയും ചെയ്യും കേട്ടോ. ഈ ഒരു ടൈമിൽ പാലോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. ഇപ്പോൾ വാട്ടർമെലൺ ജ്യൂസ് ആവട്ടെ കൊടുക്കുന്നത്. ഒക്കം പോയോടാ കേൾക്കാം. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. ഇപ്പം ടൈം 1:15. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നത് ചോറും ചെറുപയറും കൂടെ മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുത്തതിന് ശേഷമാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ കൊടുക്കേണ്ട ഏജ് ഓൾറെഡി കഴിഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാണ്, എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഫുഡിൻ്റെ കാര്യത്തിലാണ്. ഒരു സാധനവും കഴിക്കത്തില്ല. വലിയ മടുപ്പില്ലാണ്ട് കഴിക്കുന്നത് കുറുക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് ഉള്ളിലേക്ക് ചെല്ലണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അടവുകളെടുത്ത് കൊടുത്താലേ പറ്റത്തുള്ളൂ. എങ്കിലും കഴിക്കാനായിട്ട് മടുപ്പായിരുന്നു. വീട് ഞാൻ എത്ര അടുക്കിപ്പെറുക്കി വെച്ചാലും ഉച്ച കഴിയുമ്പോഴേക്കും ഇതാണ് കോലം. എനിക്ക് രാവിലെയും ഉച്ചയ്ക്കും ഈവനിങ്ങും നൈറ്റൊക്കെ ആയിട്ട് ഒരു 6 hour ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ റിവിഷൻസും എക്സാമും പിന്നെ നമുക്ക് ബാക്കി കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ഈ ടൈമിലൊക്കെ അവൻ്റെ നേരം പോക്ക് ഇതാണ്. കാര്യം ഫോണോ ടിവിയോ കാർട്ടൂണോ ഒക്കെ വെച്ച് കൊടുത്താൽ നമുക്ക് ഈ ഇരട്ടിപ്പണിയൊന്നും വരികയില്ല. ഇടയ്ക്ക് വന്ന് വഴക്കോ ഡിസ്റ്റർബൻസോ ഒന്നും ഉണ്ടാകില്ല. ബട്ട് ഇതുവരെ ഞാൻ തക്കുടിന് ഫോണും കാർട്ടൂണൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ചിലപ്പോൾ വഴക്കിൻ്റെ അങ്ങേയറ്റം കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം ചെയ്യാനൊക്കാത്ത ദിവസങ്ങളുണ്ടാവും. പക്ഷെ എന്തൊക്കെ ബുദ്ധിമുട്ടേണ്ട വന്നാലും സഫർ ചെയ്യേണ്ട വന്നാലും എബോവ് ഓൾ നമുക്ക് ഇമ്പോർട്ടൻസ് നമ്മുടെ കുട്ടികളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ആണല്ലോ. സോ ഞങ്ങൾ ഇതുവരെ അവന് സോഷ്യൽ മീഡിയ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവന് ഫോണും ടി വി അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിതൊക്കെ അവരെ കാണിച്ചു പഠിപ്പിച്ചാൽ മാത്രമേ ഇതൊക്കെ വേണമെന്ന് കുട്ടികൾ വാശി പിടിക്കുകയുള്ളൂ.
അവരിതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പാരൻസ് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റീസ്. സോ ഞങ്ങൾ തക്കടുവിന് ഫോണൊന്നും കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ അവൻ്റെ ഫ്രണ്ടിൽ വെച്ച് യൂസ് ചെയ്താലും അവൻ അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കത്തില്ല. ബട്ട് ഇങ്ങനെ കുറച്ച് ഇരട്ടിപ്പണികളൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ച് തരുമെന്ന് വന്നു. പിന്നെ ക്ലാസ് ടൈമിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ് കേൾക്കാനാണേലും ക്ലാസ് എടുക്കാനാണേലും എപ്പോഴും എയർപോഡ് എൻ്റെ ചെവിയിലുണ്ടാവും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ സൗണ്ടും വർത്തമാനങ്ങളൊക്കെ കയറി വന്നു കഴിയുമ്പോഴേക്കും പല ടേംസൊക്കെ മിസ്സായിപ്പോവും. സോ അതുകൊണ്ട് എപ്പോഴും എയർപോഡ് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് കേൾക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും ചെവിയിലിരുന്ന് അതിൻ്റെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണുന്നവന് ഭയങ്കര അട്രാക്ഷനാണ്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സാധനം കിട്ടാണ്ട് സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും എൻ്റെ ചെവിയിൽ അവനതിരിക്കുന്നത് കണ്ടു കേട്ടോ. ഇനിയിപ്പം അത് മേടിച്ചേ സമ്മതിക്കുള്ളൂ. അതിങ്ങനെ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കണം, അതാണ് സംഭവം. സോ ഇനി അത് മേടിച്ചെടുക്കാതെ അവൻ സമ്മതിക്കില്ല. അപ്പം അങ്ങനെ എയർപോഡിൽ വന്ന് വഴക്കുണ്ടാക്കി അവൻ എൻ്റെ പഠനം മൊത്തം ഉഴപ്പിക്കളഞ്ഞു കേട്ടോ. പിന്നെ വഴക്കൊക്കെ മാറി വന്നപ്പോഴേക്കും ക്ലാസ്സും കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു ഹാഫ് അവർ ബ്രേക്കുണ്ട്. സോ ഈ ടൈമിൽ വേണം എനിക്ക് അവനെ കുളിപ്പിക്കാനും സ്നാക്സൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാനായിട്ട്. വൈകുന്നേരം ഒരു 5-നും 6-നും ഇടയിലാണ് തക്കടുവിൻ്റെ ബാത്ത് ടൈം. കുളിക്കുന്ന അവനാണെങ്കിലും അവൻ ആ കൂടെ എന്നെയും കൂടെ കുളിപ്പിച്ചെടുക്കും. എന്തോ ഈ ഒരു സമയത്ത് അവനോട് ഒരു പ്രത്യേക സ്നേഹം കൂടുതലുണ്ട്. സോപ്പൊക്കെ തേച്ച് നിൽക്കുമ്പോൾ എന്നെ വന്നങ്ങ് ഇറുക്കി കെട്ടിപ്പിടിച്ച് നിൽക്കും. ഇങ്ങനെ എത്ര നേരം വേണേലും വെള്ളത്തിൻ്റെ അകത്ത് കളിച്ചുകൊണ്ടിരിക്കാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. കുളി കഴിഞ്ഞാൽ കയറി വരത്തേയില്ല. എല്ലാ ദിവസവും വഴക്കിട്ടായിരിക്കും കയറി വരുന്നത്. സോ അതൊക്കെ കഴിഞ്ഞൊരു 5:30 ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ഈവനിങ് ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാനായിട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം മുറ്റത്തൂടെ അവനെ നടത്താനായിട്ട് ഇറങ്ങും. അതല്ല എനിക്ക് എന്തെങ്കിലും ക്ലാസ്സോ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളാണെങ്കിൽ ഞാൻ ഇതുപോലെ കുറേ നേരം അവനെ വണ്ടിയിലിരുത്തി ഇങ്ങനെ അങ്ങ് കുറേ ടൈം സ്പെൻഡ് ചെയ്യിക്കും. സോ അവന് ഒരു എൻ്റർടൈൻമെൻറ്റ് ആകുകയും ചെയ്യും. ഈ സമയത്ത് ഞാൻ സ്നാക്സ് ഈ കൂടെ അങ്ങ് കൊടുക്കും. സോ റോഡിൽ കൂടെ പോകുന്ന വണ്ടിയൊക്കെ കണ്ട് പിന്നെ അവൻ്റെ വണ്ടിയൊക്കെ ഓടിച്ച് അവനതങ്ങ് കഴിച്ചോളും. പ്ലസ് എനിക്കെൻ്റെ ക്ലാസ് മിസ്സാവാണ്ട് കേൾക്കാനും പറ്റും. അങ്ങനെ തക്കുടു വണ്ടിയൊക്കെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്ന നേരത്ത് ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കും. സോ ഈ ടൈമിലൊക്കെ ഞാൻ ക്ലാസ്സും കേൾക്കുന്നുണ്ട് കേട്ടോ. ദെൻ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും അവൻ്റെ കളിക്കൂട്ടുകാരൻ ഇങ്ങെത്തും. പിന്നെ എൻ്റെ അടുത്തേക്ക് വലിയ ശല്യത്തിനായിട്ട് വരത്തില്ല കേട്ടോ. സോ ഈ ഒരു ടൈം തൊട്ട് അങ്ങോട്ട് എനിക്ക് എൻ്റെ ക്ലാസ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. എങ്കിലും അവൻ്റെ അമ്മ ക്ലാസ് കൂടുവാണോ അതെയോ ഫോണിൽ തോണ്ടി ചുമ്മാ ഇരിക്കുകയാണോ എന്നറിയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും തക്കടുവിൻ്റെ ഡിന്നറിൻ്റെ ടൈമാണ്. മിക്കവാറും പപ്പായായിരിക്കും കഴിക്കാനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ പണികളിലായിരിക്കും. അങ്ങനെ ഇന്നിതാ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ അപ്പായുടെ വണ്ടി വരുന്ന സൗണ്ട് അവൻ കേട്ടത്. പിന്നെ ചാടി ഇറങ്ങിയ ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം ആദ്യമായിട്ട് അപ്പായിയെ കണ്ടതിൻ്റെ ആഹ്ലാദ പ്രകടനം കേട്ടോ ഈ കാണുന്നത്. രാവിലെ അപ്പായി പോകുമ്പോഴേക്കും അവൻ എഴുന്നേറ്റിട്ടുണ്ടാവത്തില്ല. പിന്നെ വൈകുന്നേരം ഈ ഒരു നേരം ആവണം കാണാൻ കിട്ടണമെങ്കിൽ. ഇനി കുറച്ച് നേരത്തെ തന്നെ അപ്പായുടെ കൂടെ ആയിരിക്കും കേട്ടോ. ഡ്രസ്സ് ഊരാനും ഫോൺ എടുത്ത് വെക്കാനും ചീപ്പും പേഴ്സും ഒക്കെ എടുത്ത് വെക്കാനും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ പുറകെ നടക്കും കേട്ടോ. ഈ കാര്യത്തിൽ അവൻ കറക്റ്റ് എൻ്റെ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിനും എല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് മാത്രമേ ഏൽപ്പിക്കത്തുള്ളൂ. അങ്ങനെ ഫുഡ് അടിക്കാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ പ്ലേ ടൈമാണ്. ഞാൻ തക്കടുവിൻ്റെ കൂടെ ഒരു 30 മിനിറ്റൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് അവനെ കളിപ്പിച്ച് പിന്നെ ഉറക്കാനായിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യും. ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് തക്കടുവിന് ചെറിയൊരു പ്രെയർ ടൈമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവനെ കുരിശ് വരയ്ക്കാനായിട്ട് പഠിപ്പിക്കുന്ന കേട്ടോ ഇത്.
അല്ലെങ്കിൽ അവൻ അവൻ്റെ ഈ ഷോപ്പിക്കൊക്കെ ഉമ്മ കൊടുത്ത് അപ്പായിക്കും അമ്മയ്ക്കും ഒക്കെ ഉമ്മ കൊടുത്ത് ഒരു 10:30 ആകുമ്പോഴേക്കും തക്കുടു ഉറങ്ങും.